ഹേ ഫ്രണ്ട്സ് ആൻഡ് വ്യൂവേഴ്സ്, ദിസ് ഈസ് സെറീൻ സ്പീക്സ്. ഇപ്പോൾ ഞാൻ കുറേ കാലമായി ഒരു ലോങ് വീഡിയോ, അതായത് ലാൻഡ്സ്കേപ്പിലുള്ള വീഡിയോ ഇട്ടിട്ട് ഇപ്പോൾ ഈ വീഡിയോ ഇടാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കഴിഞ്ഞ 4.5 കൊല്ലത്തെ UK ജീവിതത്തിന് തിരശ്ശീല വീഴാറായി. അതായത് എൻ്റെ പഠിത്തവും കണ്ടുപിടുത്തവും ഒക്കെ കഴിഞ്ഞു. ഞാൻ സ്റ്റുഡൻ്റായിട്ട് വന്നതാണ്. PSW അതായത് സ്റ്റേ ബാക്കും കഴിഞ്ഞു. 4.5 കൊല്ലം കഴിഞ്ഞു എൻ്റെ UK ജീവിതം. അപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. ആൻഡ് ഞാനിപ്പോൾ FLR എടുത്ത് ചെറിയൊരു എക്സ്റ്റൻഷൻ എടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ FLRനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ തീർച്ചയായും അടുത്ത വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാം. കാരണം ഇനി ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇട്ട് പോകണം. നാട്ടിലേക്ക് തിരിച്ചു പോവാണ്. അപ്പോൾ തീർച്ചയായിട്ടും കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളതാണ് ആഗ്രഹം. അപ്പോൾ ഇനി ഇങ്ങനെ വീഡിയോസ് ഇടാൻ ശ്രമിക്കും. ഞാൻ എപ്പോഴും ഇങ്ങനെ പറയാറുണ്ടെങ്കിലും നടക്കാറില്ല. ബട്ട് ഓക്കെ, ഐ ട്രൈ മൈ ബെസ്റ്റ്. അപ്പോൾ ഈ 4.5 കൊല്ലത്തെ UK ജീവിതം, ഞാൻ 2.5 കൊല്ലം, അതായത് പഠിത്തം കഴിഞ്ഞപ്പോൾ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, UK കഥന കഥ എന്ന് പറഞ്ഞിട്ട്. അത് കുഴപ്പമില്ലായിരുന്നു, അത്യാവശ്യം നന്നായിട്ട് വ്യൂസൊക്കെ കയറിയ വീഡിയോ ആയിരുന്നു. കുഴപ്പമില്ലാന്ന് പറഞ്ഞ വീഡിയോയുടെ കണ്ടന്റ് അല്ല കേട്ടോ, അതെനിക്കറിയില്ലല്ലോ. അത് ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറഞ്ഞതാണ്. അപ്പോൾ അത് തന്നെയാണ് എൻ്റെ 4.5 കൊല്ലത്തെ പേഴ്സണൽ എക്സ്പീരിയൻസ്. അതാണ് ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാൻ പോകുന്നത്. എൻ്റെ ഇത് കൂടാതെ ഒരുപാട് വീഡിയോസ് എൻ്റെ പ്ലേലിസ്റ്റ്സ് ആയിട്ട് കിടക്കുന്നുണ്ട്, T-സൈഡിനെ പറ്റിയിട്ടും സംഭവങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ താല്പര്യമുള്ളവർക്ക് കേൾക്കണം. ഇനിയിപ്പോൾ UK അധികം പേരൊന്നും വരാൻ പോകുന്നില്ല എന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫിൽ 4.5 കൊല്ലത്തെ UK ജീവിതത്തിനെ പറ്റിയിട്ടുള്ള വീഡിയോ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഞാൻ UK എത്തുന്നത് 2021 ഡിസംബർ 29 ലണ്ടനിൽ കാലുകുത്തുന്നത്. ഞാൻ 2022 ജാനുവരി ഇൻടേക്ക് ആയിരുന്നു. ആൻഡ് മൈ യൂണി ഈസ് T-സൈഡ് യൂണിവേഴ്സിറ്റി മിഡിൽസ്ബ്രോ. അപ്പോൾ ഞാൻ നേരത്തെ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ വന്നു കഴിഞ്ഞാൽ ജോലി കിട്ടുമല്ലോ എന്നുള്ള, നേരത്തെ ജോലിക്ക് അപ്ലൈ ചെയ്യാനുള്ള പ്രതീക്ഷയിലാണ്. ആക്ച്വലി ഡിഡ് വർക്ക്. ഇപ്പോൾ എനിക്ക് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഒരു വർക്ക് കിട്ടി. ഇപ്പോൾ ഞാൻ യൂണിവേഴ്സിറ്റിയിൽ പോകുന്നതിന് മുൻപ് വർക്കിന് പോയി തുടങ്ങിയ ആളാണ്. എൻ്റെ യൂണിവേഴ്സിറ്റി തുടങ്ങുന്നത് ജാൻ 19 അപ്പം എനിക്ക് ജാൻ 10-12 ആയപ്പോഴേക്കും എനിക്ക് ജോലി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു കെയർ ഹോം ആയിരുന്നു, മലയാളികളുടെ കെയർ ഹോം ആയിരുന്നു. കുഴപ്പമില്ലായിരുന്നു, കാരണം ഞങ്ങൾ, അതായത് ഞാനും എൻ്റെ വീട്ടിലുണ്ടായിരുന്ന 4 പേര് ഒരുമിച്ചാണ് അവിടെ കയറിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പോകാനും വരാനൊക്കെ എളുപ്പമായിരുന്നു. പക്ഷെ അവിടുത്തെ പ്രിൻസിപ്പിൾസുമായിട്ട് എൻ്റെ പ്രിൻസിപ്പിൾസ് ശരിയാവാത്തതുകൊണ്ട് തന്നെ ഞാൻ അവിടെ നിന്ന് അധികം വൈകാതെ ക്വിറ്റ് ചെയ്തു. ജൂൺ വരെയൊക്കെയാണ് തോന്നുന്നുണ്ട് വർക്ക് ചെയ്തത്, ജൂലൈ വരെയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് അതെനിക്ക് അത്ര നല്ല എക്സ്പീരിയൻസ് അല്ലായിരുന്നു. അപ്പോൾ അതായിരുന്നു എൻ്റെ ആദ്യത്തെ ജോബ് എന്ന് പറഞ്ഞാൽ. ആൻഡ് UK ആദ്യത്തെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എനിക്ക് ജോലി കിട്ടിയതായിരുന്നു, കൊണ്ടാണ് ഞാൻ അതാദ്യം പറഞ്ഞത്. എൻ്റെ ഇനി യൂണിവേഴ്സിറ്റിയിലേക്ക് പോയി കഴിഞ്ഞാൽ 2 കൊല്ലത്തെ കോഴ്സായിരുന്നു എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ജാനുവരി 19 മുതൽ 2022 കേട്ടോ, 2024 ജാനുവരി ആയിരുന്നു ആ കോഴ്സ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ഫുഡ് സയൻസ് ആൻഡ് ബയോടെക്നോളജി വിത്ത് അഡ്വാൻസ്ഡ് പ്രാക്ടീസ് എന്ന് പറഞ്ഞ കോഴ്സാണ് ഞാൻ പഠിച്ചത്. 2 ഇയർ കോഴ്സായിരുന്നു. T-സൈഡ് യൂണിവേഴ്സിറ്റി ഞാൻ എടുക്കാനുള്ളതിൻ്റെ ഒരേ ഒരു കാരണവും അതായിരുന്നു, ഈ 2 ഇയർ കോഴ്സ്. അപ്പോൾ ഇവിടെ വന്ന് പണിയെടുത്ത് കാശുണ്ടാക്കി സെക്കൻഡ് ഇയർ ട്യൂഷൻ ഫീ അടയ്ക്കാം എന്നുള്ളൊരു ഉറപ്പ് ഞാൻ അടച്ചു ആക്ച്വലി. പക്ഷേ എൻ്റെ കഴിഞ്ഞ് വന്നിട്ടുള്ളവരൊക്കെ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്തു. വർക്ക് കിട്ടാനും സംഭവങ്ങളൊക്കെ ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ഇനിയിപ്പോൾ അധികം പേര് വരാനൊന്നും പോകുന്നില്ല എന്ന് എനിക്കറിയാം. T-സൈഡിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റിൽ ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ അത് പറയുന്നു. അതെനിക്ക് വർക്കായിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ വന്നിട്ടുണ്ടാക്കിയ കാശ് കൊണ്ടാണ് സെക്കൻഡ് ഇയർ ട്യൂഷൻ ഫീ അടച്ചത്. ഞാൻ വീട്ടുകാരെ വലിയ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. ഇവിടെ വന്നതിന് ശേഷം ഞാൻ കാശൊന്നും അയച്ച് വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ അത് കുഴപ്പമില്ലാത്തൊരു ഇതായിരുന്നു. സോ സ്റ്റഡീസ് അവിടെ നിൽക്കട്ടെ, 2 ഇയർ കോഴ്സ് അതവിടെ നിൽക്കട്ടെ. ഞാൻ വലിയ കുഴപ്പമില്ലാണ്ട് എല്ലാത്തിലും പാസ്സായി പോയിട്ടോ. എന്തോ ഫുഡ് സയൻസ് അല്ലായിരുന്നു എൻ്റെ ഏരിയ. ഞാൻ കെമിസ്ട്രിയാണ് പഠിച്ചത്, BSc കെമിസ്ട്രി. സ്റ്റിൽ ഫുഡ് സയൻസ് T-സൈഡിൽ എനിക്ക് എടുക്കാൻ പറ്റിയ ഒരു കോഴ്സ് എന്നുള്ള രീതിയിൽ എടുത്തതാണ്. സ്റ്റിൽ ഇറ്റ് വാസ് ഓക്കെ. ഞാൻ എങ്ങനെയൊക്കെയോ പാസ്സായി പോയി. എല്ലാത്തിലും ജസ്റ്റ് പാസ് മാർക്കുള്ളൂ. 50, 51, 58 തോന്നുന്നു എൻ്റെ ഹയസ്റ്റ്. അപ്പോൾ അതിൽ അസസ്മെൻറ്റുകളായിരുന്നു കൂടുതലുണ്ടായിരുന്നു. ഒരു റിട്ടൺ എക്സാം ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ റിട്ടൺ എക്സാമും അസസ്മെൻറ്റും കൂടിയിട്ടുള്ള പാസ്സാക്കലായിരുന്നു. അങ്ങനെ ഞാനും പാസ്സായി പോയി. അപ്പോൾ അതിലെനിക്ക് വലിയ കഥ തോന്നുന്നില്ല. സോ ദാറ്റ്സ് മൈ സ്റ്റുഡൻറ്റ് കരിയർ. പിന്നെ എൻ്റെ വർക്കിംഗ് കരിയർ ഇവിടെ കിടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ ആദ്യത്തെ ജോലി പറഞ്ഞല്ലോ, ഒരു കെയർ ഹോം ആയിരുന്നു. ഇപ്പോൾ ആ കെയർ ഹോമിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് ഞാൻ നേരെ ആമസോണിലാണ് കയറിയത്. എനിക്ക് അധികം സ്ട്രഗിൾ ഉണ്ടായില്ല, കാരണം ജൂൺ ജൂലൈ സമയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആമസോൺസ് ഹയർ ചെയ്യുന്ന സമയമാണ്. സ്റ്റുഡൻ്റ് ആയിരിക്കും. എനിക്ക് 20 അവറിൻ്റെ ഷിഫ്റ്റാണ്. ഞാൻ ദർഹം എന്ന് പറഞ്ഞ സ്ഥലത്ത്, അവിടെ മിഡിൽസ്ബ്രോ അടുത്തുള്ള ഒരു FC ആണ്. അപ്പോൾ അവിടെ എനിക്ക് കിട്ടി. അപ്പോൾ അതിൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ദെൻ ഐ കണ്ടിന്യൂഡ് വർക്ക് അണ്ടിൽ ജാനുവരിയിൽ എൻ്റെ ആമസോൺ പോയി. അത് കഴിഞ്ഞിട്ട് ഞാനൊരു മെഗ്ഡിയിലാണ് കയറിയത്. മെഗ്ഡിയിൽ കയറിയത് DIA ആയിട്ടാണ് കയറിയത്. അതായത് ഡൈനിങ് ഏരിയ
അതായിട്ടാണ് കയറിയത്. കിച്ചണിലല്ലായിരുന്നു. അപ്പോൾ അത് കുറച്ച് നല്ല പണിയായിരുന്നു, കാരണം 3 ദിവസം ഷിഫ്റ്റ് കിട്ടും. അപ്പോൾ എനിക്കാണെങ്കിൽ എപ്പോഴും അവർ അത് 24 hour മെഗ്ഡി അല്ലായിരുന്നു, 12 മണിയാകുമ്പോൾ ക്ലോസ് ചെയ്യുന്ന മെഗ്ഡി ആയിരുന്നു. എനിക്ക് എപ്പോഴും അവർ എൻഡ് ഓഫ് ദ ഷിഫ്റ്റ് ആണ് ഇട്ടുകൊണ്ടിരുന്നത്, അതായത് ക്ലോസിങ് അവേഴ്സിലാണ് ഷിഫ്റ്റ് ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ മെഗ്ഡി മൊത്തം ക്ലീൻ ആക്കണം. ഇപ്പോൾ കിച്ചണിലുള്ള ഒരാളും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വരില്ല, ഡൈനിങ് ഏരിയ മൊത്തം ഞാൻ വേണം കവർ ചെയ്യാനായിട്ട്. അത് അത്യാവശ്യം പണിയായിരുന്നു. അപ്പോൾ സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ട പണിയായിരുന്നു, കാരണം കൂടുതൽ ആൾക്കാരോട് സംസാരിക്കാൻ, അപ്പോൾ എനിക്ക് ഈ ആൾക്കാരോട് സംസാരിക്കാൻ, അതുപോലെ തന്നെ ഈ എന്താ പറയുക, അവരെ ഗ്രീറ്റ് ചെയ്യുക, അങ്ങനത്തെ ടേംസ് പഠിക്കുക, അതൊക്കെ ഒരു ഫാൻറ്റസി ആയിരുന്നു. അപ്പം ഞാൻ അതിനെ പറ്റിയിട്ട് തന്നെ പല വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഇതിലൊക്കെ കിടക്കുന്നുണ്ട്, എങ്ങനെ ഗ്രീറ്റ് ചെയ്യും, അത് പറയുമ്പോൾ എന്ത് പറയണം, അങ്ങനെയൊക്കെ ഞാൻ മനസ്സിലാക്കിയ സംഭവങ്ങൾ മാത്രം കേട്ടോ, ഞാൻ വലിയ സംഭവമായിട്ട് പറയുന്നതല്ല. സോ ഐ യൂസ് ടു ലവ് ദാറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് മെഗ്ഡിയിലെ വർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, കുറച്ചധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് തന്നെ. ബട്ട് ഇറ്റ്സ് ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഞാൻ 2023 ഏപ്രിലിൽ നാട്ടിലേക്കൊരു സർപ്രൈസ് വിസിറ്റ് നടത്തി. അതിലാണ് എനിക്ക് ചെറുതായിട്ടൊന്ന് പാളിപ്പോയത്. അതുവരെ വലിയ കുഴപ്പമില്ലാതെ ഓടിക്കൊണ്ടിരുന്ന ഒരു വണ്ടിയായിരുന്നു എൻ്റെത്. കാരണം ഞാൻ വലിയ ചിലവില്ലാത്ത സ്ഥലമാണ് ടീ സൈഡ് മിഡിൽസ് പ്രോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ കെയർ ഹോമിൽ നിന്ന് ഇറങ്ങി അപ്പം തന്നെ എനിക്ക് ആമസോൺ കിട്ടി, അവിടെ ഓവർ ടൈമൊക്കെ എടുക്കുമായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ മറ്റേ ജോലി ഉണ്ടായിരുന്നു. സോ ഐ വാസ് ഗോയിങ് വെൽ. ആ നാട്ടിലേക്ക് പോയ സർപ്രൈസ് വിസിറ്റിൽ എനിക്ക് അത്യാവശ്യം ഒന്ന് പാളി. പിന്നെ അപ്പോഴേക്കും ഇവിടുത്തെ ബാങ്കുകൾ എന്നെ ഹെൽപ്പ് ചെയ്ത് തുടങ്ങി. അവർ ഓവർ ഡ്രാഫ്റ്റ് തരാം, അത് തരാം, ഇത് തരാം, അങ്ങനെ 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 ഫ്ലക്സ് തരാം. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ യൂസ്ഫുള്ളായിരുന്നു അതൊക്കെ. പക്ഷേ അത് അങ്ങനെ ഒരു പ്രാവശ്യം മുങ്ങിപ്പോയപ്പോൾ പിന്നെ അങ്ങ് പൊങ്ങാൻ പറ്റിയില്ല. നെഗറ്റീവ് ബാലൻസിലേക്ക് ആ ഒരു പ്രാവശ്യമാണ് പോയത്. പിന്നെ എനിക്ക് ഈ 4.5 കൊല്ലത്തിൽ ഒരു തിരിച്ചറിവുണ്ടായില്ല. അതായത് ഒരു 1.5 കൊല്ലം ഞാൻ സർവൈവ് ചെയ്തു, പിന്നെയുള്ള 3 കൊല്ലം കയ്യിൽ നിന്ന് പോയി എന്ന് തന്നെ പറയണം. അപ്പോൾ അതായിരുന്നു ഞാൻ UK ലൈഫിൽ ചെയ്ത വേണ്ടാതിരുന്ന ഒരു കാര്യം. സർപ്രൈസ് കൊടുത്തു. 14 ദിവസം ഞാൻ നാട്ടിലുണ്ടായിരുന്നുള്ളൂ. വെറുതെ എന്തിനാണ് ഞാൻ അങ്ങനെ കാണിച്ചതെന്നുള്ളത് റീസൺ ഉണ്ടായിരുന്നു ബിഹൈൻഡ് ദാറ്റ്. പക്ഷേ ഇപ്പം ആലോചിക്കുമ്പോൾ അതായിരുന്നു ഞാൻ UK ലൈഫിൽ ചെയ്ത വലിയ മണ്ടത്തരങ്ങളിൽ ഒന്ന്. പിന്നെ പല സ്ട്രഗിൾസും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാനായിട്ട് ചെയ്ത മണ്ടത്തരം അതായിരുന്നു. അതിൻ്റെ സ്ട്രഗിൾ വല്ലാത്തൊരു സ്ട്രഗിൾ തന്നെയായിരുന്നു. ദെൻ നാട്ടിൽ പോയി തിരിച്ചു വന്നപ്പോഴും എനിക്ക് മെഗ്ഡിയിലെ ജോലി കണ്ടിന്യൂ ചെയ്യാൻ പറ്റി. കാരണം ഞാൻ 14 ദിവസത്തേക്ക് വേണ്ടിയിട്ടാണല്ലോ പോയത്. അത് കഴിഞ്ഞ് വന്നപ്പോൾ എനിക്ക് മെയ് മാസം ടു സെപ്റ്റംബർ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിലുള്ള സ്റ്റുഡൻസിന് ഫുൾ ടൈം വർക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെ ലെറ്റർ കിട്ടും, ഇന്ന ഇതിലൊക്കെയാണ് നമ്മുടെ ടേം പീരീഡ് അല്ലാത്തപ്പോഴൊക്കെ നമുക്ക് 40 മണിക്കൂർ വരെ വർക്ക് ചെയ്യാം. അതായത് ഇപ്പോൾ ക്രിസ്മസ് വെക്കേഷൻ, അതുപോലെ തന്നെ ഓട്ടം വെക്കേഷനിലൊക്കെ 40 ദിവസം വർക്ക് ചെയ്യാം. അപ്പോൾ ഈ 4 മാസത്തിലും 40 ദിവസം എന്നാട്ടോ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്, 40 മണിക്കൂർ വർക്ക് ചെയ്യാം. അത് ഫുൾ ടൈമറായിട്ട് വർക്ക് ചെയ്യാം. സോ എനിക്ക് മെഗ്ഡിയിൽ ഫുൾ ടൈം കിട്ടാത്തതുകൊണ്ട് തന്നെ ഞാൻ വേറൊരു സ്ഥലത്ത് ജോയിൻ ചെയ്തു. അത് ഫ്ലെമിംഗോ ലാൻഡ് എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ പറ്റിയിട്ടുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്, ഒരു ബ്ലൂ യൂണിഫോമൊക്കെ ഇട്ടിട്ട്. അതും ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഫ്ലെമിംഗോ ലാൻഡിൽ ആർക്കേഡിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അത് ഈ കുട്ടികൾ കളിക്കാൻ വരുന്ന ഗെയിംസിൻ്റെ പരിപാടി. സോ അതും ഈ പറഞ്ഞ പോലെ കസ്റ്റമർ ഇൻട്രാക്ഷനൊക്കെ ഉള്ള ഒരു പരിപാടി ആയതുകൊണ്ട് തന്നെ ഐ യൂസ് ടു ലവ് ദാറ്റ് ആസ് വെൽ. എനിക്ക് ഇഷ്ടമായിരുന്നു ആ വർക്കും. പക്ഷേ ലോങ് ട്രാവലായിരുന്നു. 1.5 മണിക്കൂർ മേലെ ബസ്സിൽ ട്രാവൽ ചെയ്യണമായിരുന്നു. നമ്മുടെ ബസ്സല്ല, അവിടെ വർക്ക് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ബസ് വരും. സോ ഡയറക്റ്റ് അങ്ങോട്ടേക്കാണ് പോവുക. എന്നാലും 1.5 മണിക്കൂർ ട്രാവൽ, അതും കൺട്രി സൈഡ് കൂടെയൊക്കെ ആയിരുന്നു. അതെനിക്ക് ഈവനിങ് ഷിഫ്റ്റ് ആയിരുന്നു. അതായത് 4 മണിക്ക് തുടങ്ങി 12 മണിക്ക് അവസാനിക്കുന്ന ടൈപ്പുള്ള ഷിഫ്റ്റ് ആയിരുന്നു. അതായത് ആദ്യത്തെ ഒരു 3.5 കൊല്ലം ഞാൻ നൈറ്റ് ഷിഫ്റ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് അതിലേക്ക് പിന്നെ വരാം. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ 4ാമത്തെ ജോബായിരുന്നു അത്, ഫ്ലെമിംഗോ ലാൻഡിൽ. അത് സീസണൽ ജോബാണ്, ഫെബ്രുവരി തൊട്ട് നവംബർ വരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ സമയം പറയുമ്പോൾ ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്തിട്ട് വീണ്ടും ആമസോണിൽ ജോയിൻ ചെയ്തു. ദെൻ ആമസോൺ തന്നെയാണ് അതിൻ്റെ ഇടയിൽ ഫ്ലെമിംഗോ ലാൻഡ് നെക്സ്റ്റ് ഇയർ വന്നപ്പോൾ ഞാൻ അവിടെയും ജോയിൻ ചെയ്തു. അങ്ങനെ കമ്പൈൻ ചെയ്ത് അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ മെയിൻ 4 ജോബ്സ് ഉണ്ടായിരുന്നത് സ്റ്റുഡൻ്റ് ആയിരിക്കുന്ന ടൈമിൽ. ആൻഡ് 2024 ജനുവരി ആയപ്പോൾ എൻ്റെ കോഴ്സ് കഴിഞ്ഞു, ഞാൻ പാസ്സായി ഗൈസ്. എങ്ങനെയാണെന്നുള്ളത് എനിക്ക് ഇപ്പോഴും വലിയ ഉറപ്പൊന്നുമില്ല. എൻ്റെ പ്രൊജക്റ്റൊക്കെ വൻ പരാജയമായിരുന്നു. ChatGPT-നും കിൽബോട്ടും മാത്രം യൂസ് ചെയ്ത് ഞാൻ ഉണ്ടാക്കിയത്. കാരണം എനിക്കിതിനെപ്പറ്റി ബേസിക് നോളജ് പോലും ഇല്ല. ഞാൻ ഇതൊക്കെ പുതിയതായിട്ടാണ് അറിയുന്നത്. കാരണം കെമിസ്ട്രി ഡിഗ്രിക്ക് പഠിച്ചതുകൊണ്ട് തന്നെ +2 പഠിച്ച ബയോളജിയൊക്കെ ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഇതിൽ ബേസിക്കലി ഫുഡ് സയൻസിൽ ബയോളജി, മോളിക്യൂൾസ് സംഭവങ്ങളൊക്കെയാണ്, അല്ലെങ്കിൽ ഓർഗാനിസംസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. വലിയ ഓർഗാനിസംസ് അല്ല, ചെറിയ ചെറിയ ഓർഗാനിസംസ്, എന്താ മൈക്രോ ഓർഗാനിസംസ്, അതുപോലും മറന്നു. അപ്പോൾ അതൊക്കെയാണ് മെയിൻ. അപ്പോൾ അത് പാസ്സായതിൽ ഞാൻ വളരെയധികം അഭിമാനിക്കുന്ന ഒരാളാണ്. കാരണം ഞാൻ അത്ര ഈസിയാന്ന് വിചാരിച്ചെടുത്തൊരു സംഭവമല്ല. പാസ്സാകാതെ പോയ കുറച്ച് പേരൊക്കെ ഉണ്ട് കേട്ടോ, മലയാളീസ് ആയാലും സ്റ്റുഡൻസ് എനിക്കറിയാവുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അത്യാവശ്യം ബുദ്ധിമുട്ടുള്ളതാണ്. ഞാൻ എങ്ങനെയോ പാസ്സായി. സോ ഐ എം പ്രൗഡ് ഓഫ് ദാറ്റ്. ദെൻ അത് കഴിഞ്ഞ് എനിക്കൊരു 4 മാസം PSWന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൈം ഉണ്ടായിരുന്നു. അതായത് മെയ്യിലാണ് എനിക്ക് PSWന് അപ്ലൈ ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നുള്ളൂ. സോ അതായത് 2024 മെയ്യിലാണ് എനിക്ക് PSWന് അപ്ലൈ ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എന്തുണ്ടായെന്ന് വെച്ചാൽ ആ സമയത്ത് എൻ്റെ ജോബ് പോയി. സോ അത് കഴിഞ്ഞിട്ട് ചെറിയൊരു സ്ട്രഗിൾ ആയിരുന്നു. കാരണം എനിക്ക് വർക്ക് ഉണ്ടായിരുന്നില്ല. ഞാൻ അത്യാവശ്യം സ്ട്രഗിളിൽ കൂടെ പോയിട്ടാണ് ഞാൻ PSWന് അപ്ലൈ ചെയ്യേണ്ടി വന്നത്. കാരണം ഞാൻ വന്നപ്പോഴേക്ക് 2000 എത്ര പൗണ്ടായി എൻ്റെ ഓർമ്മയിൽ PSWന് അപ്ലൈ ചെയ്യാൻ. സോ 2500 ആയിരുന്നു തോന്നുന്നുണ്ട്, 2300, 2000+ ഉണ്ടായിരുന്നു എന്തായാലും. സോ ആ എമൗണ്ട് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി സ്ട്രഗിളായിരുന്നു. ആൻഡ് എനിക്കാണെങ്കിൽ PSW നേരത്തെ എടുത്തേ പറ്റുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ സ്റ്റുഡൻറ്റ് വിസയിലായതുകൊണ്ട് തന്നെ എനിക്ക് 20 hours വർക്ക് തരുന്നുണ്ടായിരുന്നുള്ളൂ. സോ എനിക്ക് പെട്ടെന്ന് PSWക്ക് മാറിയാൽ മാത്രമാണ് അതിൻ്റെ യൂസ് കിട്ടുള്ളൂ. അതായത് 40 hours വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഞാൻ അവിടെ നിന്നൊക്കെ കാശ് നാട്ടിൽ നിന്നല്ല, ഇവിടുത്തെ ഫ്രണ്ട്സിൻ്റെ എന്താ പറയുക, ആ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് എടുത്ത് ഇങ്ങിടും, ഈ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് എടുത്ത് അങ്ങിടും, അങ്ങനെ എന്താ പറയുക, ഫ്ലക്സ്, ഓവർ ഡ്രാഫ്റ്റ് എല്ലാം കൂടി വെച്ച് ആ എമൗണ്ട് അങ്ങ് ഉണ്ടാക്കി. മെയ് മാസം ആയപ്പോഴേക്കും ഞാൻ ഏപ്രിൽ അവസാനം PSWന് അപ്ലൈ ചെയ്തു. എനിക്ക് മെയ് 19 വരെ സമയം ഉണ്ടായിരുന്നു. മെയ് 19 അപ്ലൈ ചെയ്തവർക്ക് ജൂണിലേക്കൊക്കെ PSW വന്നുള്ളൂ. അപ്പോൾ PSW വന്ന അന്ന് മുതൽ 2 year ആണ് നമുക്ക് സ്റ്റേ ബാക്ക് ഉണ്ടാവുക. അപ്പോൾ എനിക്ക് മെയ് 10 ഇത് അപ്രൂവ് ആയി കിട്ടി. സോ 26 മെയ് 10 വരെയായിരുന്നു എൻ്റെ PSW ടൈം. അപ്പോൾ അത് കഴിഞ്ഞു. ഞാൻ FLRലാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ കഥ PSW എടുത്തത് വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങൾ ഏറെക്കുറെ ഞാൻ ആ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ ഇതിലും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവും, സ്ലോ ആയിട്ടും പറഞ്ഞിട്ടുണ്ടാവും, കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടായിരിക്കും. പക്ഷെ ഇപ്പോൾ അങ്ങനെ പോയി. ഓക്കെ. ദെൻ അത് കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് വലിയ സംഭവങ്ങളൊന്നുമില്ല. 1-2 ജോബൊന്നും മാറി നോക്കി, അത്ര തന്നെയുള്ളൂ. കാരണം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ ടൈം വർക്കറായല്ലോ, വർക്കിന് പോകാൻ, പരമാവധി കാശുണ്ടാക്കുക, അത് മാത്രമായിരുന്നു പരിപാടി. അപ്പം ഞാൻ പഠിച്ച ഫീൽഡിൽ ഒരു വർക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ കയറിയപ്പോൾ തന്നെ പറഞ്ഞതാണ് വിസേനെ പറ്റിയിട്ട് ആലോചിക്കേണ്ട വിഷയമൊന്നും അവർ തരില്ല. കാരണം ഇവിടെ എല്ലാ യൂണിവേഴ്സിറ്റിയിലും ഞാൻ പഠിച്ച കോഴ്സ്, അല്ലെങ്കിൽ ഫുഡ് സയൻസ്, ഫുഡ് ഇന്നോവേഷൻ, അങ്ങനത്തെ പറഞ്ഞ കോഴ്സുകളുണ്ട്. സോ അവർക്ക് എന്നെ അല്ലെങ്കിൽ വേറൊരാളെ കിട്ടും, ചിലപ്പോൾ എന്നേക്കാൾ എലിജിബിൾ ആയിട്ടുള്ള ആളെ കിട്ടും, എക്സ്പീരിയൻസ് ഉള്ള ആളെ കിട്ടും. അതുകൊണ്ട് തന്നെ അവർക്കതൊരു പ്രശ്നമേ അല്ലായിരുന്നു. സോ അത് ഞാൻ വളരെ കുറച്ച് കാലം വർക്ക് ചെയ്തിട്ടുള്ളൂ. 1 മാസത്തിൽ കുറവ് ചെയ്തോളൂ തോന്നുന്നുണ്ട്. അല്ലാത്തപ്പോഴൊക്കെ ഞാൻ ആമസോൺ തന്നെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. സോ ബിക്കോസ് ആമസോണിൽ എന്തായാലും 40 മണിക്കൂർ കൺഫേം ആയിട്ട് കിട്ടും. അതായത് ഒരാഴ്ച ഇത്രയും എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിൽ വന്നോളും, അത് കൺഫേം ആണ്. സോ ഐ യൂസ് ടു ലവ് ആമസോൺ. ആമസോൺ തന്നെയാണ് എൻ്റെ ഫേവറേറ്റ് വർക്കിംഗ് പ്ലേസ് ഇൻ UK മാത്രമല്ല, ഞാൻ ഇതിനു മുൻപ് നാട്ടിൽ ചെറിയ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അവിടെ വെച്ച് നോക്കിയാലും ഞാൻ ഇതുവരെ വർക്ക് ചെയ്തിട്ടുള്ള എൻ്റെ ഫേവറേറ്റ് വർക്കിംഗ് പ്ലേസ് ആമസോണാണ്. ബിക്കോസ് സ്റ്റേബിളാണ്, ഈ എമൗണ്ട് എന്തായാലും കിട്ടും. പിന്നെ ഓവർ ടൈമിന് ഞാൻ ഇതിനെപ്പറ്റി കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട് ആമസോണിനെ പറ്റിയിട്ട്. ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ഓവർ ടൈമിന് എക്സ്ട്രാ പേ ഉണ്ട്, 6th ഡേ എടുത്ത് അതിന് എക്സ്ട്രാ പേ ഉണ്ട്. അപ്പം അങ്ങനെയായിരുന്നു ആമസോൺ. അപ്പോൾ അത് കഴിഞ്ഞ് മെയ് മാസം തൊട്ട് ഞാൻ പിന്നെ ആമസോണിൽ വർക്ക് ചെയ്യുകയാണ്. 2024 മെയ്യാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ആമസോണിൽ ഇങ്ങനെ വർക്ക് ചെയ്ത് വരുന്നു. ദെൻ ഒക്ടോബറൊക്കെ ആയപ്പോൾ ഞാൻ എൻ്റെ ഫസ്റ്റ് ഷെങ്കൻ ട്രിപ്പ് അങ്ങ് പിടിച്ചു. അതിൻ്റെ വീഡിയോസ് ഒരു പ്ലേലിസ്റ്റായിട്ട് കിടക്കുന്നുണ്ട്, യൂറോപ്യൻ ഷെങ്കൻ എന്ന് പറഞ്ഞിട്ട്. താല്പര്യമുള്ളവർക്ക് കാണാം. ഞാൻ മാൾട്ടയും ഫ്രാൻസുമാണ് വിസിറ്റ് ചെയ്തത്. അപ്പോൾ മാൾട്ടയിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ്റെ അടുത്ത് പോയി അവിടെ നിന്ന് ഞങ്ങൾ 2 പേരും കൂടിയിട്ട് ഫ്രാൻസിൽ പോയി എഫിൽ ടവറും സംഭവങ്ങളൊക്കെ കണ്ട് ഇങ്ങ് പോന്നു. അപ്പോൾ അതായിരുന്നു എൻ്റെ ആദ്യത്തെ ഷെങ്കൻ ട്രിപ്പ്. അതിന് കുറച്ച് എമൗണ്ട് അവിടെ ഇറങ്ങി. ദെൻ അത് കഴിഞ്ഞിട്ടുള്ള ജനുവരിയിൽ 2025 ജാനിൽ ഞാൻ ഗ്രാൻഡായിട്ടൊന്ന് നാട്ടിൽ പോയി. 1 മാസം അങ്ങ് തീർത്തു നിന്നു. കാരണം ഇതിന് മുന്നേ പോയപ്പോൾ സർപ്രൈസ് വിസിറ്റ് ആയിരുന്നല്ലോ, 14 ദിവസമല്ലേ നിന്നുള്ളൂ. അപ്പോൾ ഇതങ്ങ് ഗ്രാൻഡാക്കി. ഇതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഞാൻ ആമസോണിൽ വർക്ക് ചെയ്തുണ്ടാക്കിയ കാശൊക്കെ ഇങ്ങനെ പോയി. കാരണം ഷെങ്കൻ എടുക്കുന്നു, PSWക്ക് ഓൾറെഡി എടുത്ത കടങ്ങളൊക്കെ വീട്ടാനുണ്ട്.
ഷെങ്കലിൽ കയറുന്നു, നാട്ടിൽ പോകുന്നു. സോ ഒരു 6 മാസത്തെ ടൈമിൽ നല്ലൊരു എമൗണ്ട് പൊട്ടിയ സമയമായിരുന്നു. സോ ഞാൻ വിചാരിച്ച പോലെ, അതായത് നാട്ടിൽ നിന്ന് വരുമ്പോൾ നമുക്കൊരു ഇതുണ്ടായിരുന്നല്ലോ, നാട്ടിൽ നിന്ന് ഞാൻ വരാൻ വേണ്ടി ഇങ്ങനെ യൂട്യൂബ് വീഡിയോസൊക്കെ ഇരുന്ന് കാണുമ്പോഴുള്ള ഒരു റേറ്റൊന്നുമല്ല, അതായത് പെർ അവർ വർക്കിംഗ് ഇതൊന്നുമല്ല. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പം ഞാൻ 13.50 വർക്ക് ചെയ്യുന്നത് പെർ അവർ. ഞാൻ നാട്ടിൽ നിന്ന് നോക്കുമ്പോൾ 891 ആയിരുന്നു എന്നുകൊണ്ട് ബേസിക് പേ. നല്ല വ്യത്യാസമുണ്ട്. പക്ഷേ സാധനങ്ങളുടെ വില കൂടി, എല്ലാത്തിനും നമ്മളിവിടെ വന്നു കഴിഞ്ഞിട്ട് കാർ എടുക്കുക അങ്ങനത്തെ സംഭവങ്ങളെ പറ്റിയിട്ടൊന്നും ആലോചിച്ചിട്ടേ ഇല്ലല്ലോ. അപ്പോൾ ആ കാൽക്കുലേഷൻസൊക്കെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു ഓൾറെഡി ഒരു 3 ഇയർ ആയപ്പോഴേക്കും. ദെൻ നാട്ടിൽ പോയി തിരിച്ചു വന്ന് ജനുവരിയിൽ. ആ സമയത്താണ് ഞാൻ ഈ സബ് സയൻസിൻ്റെ വർക്കിന് കയറുന്നത്. 1 മാസം വർക്ക് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അവിടെ എനിക്ക് അങ്ങോട്ട് സെറ്റായില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വർക്കില്ലെങ്കിൽ നമ്മളവിടെ അത്യാവശ്യം ഡ്രൈവ് ചെയ്യാനുണ്ടായിരുന്നു അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളവിടെ എത്തിക്കഴിഞ്ഞിട്ട് അധികം വർക്ക് അവർക്കില്ലെങ്കിൽ 2-3 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ നമ്മളോട് പൊക്കോളാൻ പറയും. അപ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞ ആമസോണിൽ വർക്ക് ചെയ്ത് വന്ന എനിക്ക് അതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം എനിക്ക് 40 hours തീർച്ചയായിട്ടും കിട്ടുമായിരുന്നു ആമസോണിൽ. ഇവിടെ ഞാൻ 1.5 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് ചെന്ന് 1 മണിക്കൂർ 20 മിനിറ്റ് ഡ്രൈവ് ചെയ്ത് ചെന്നിട്ടും എനിക്ക് ചിലപ്പോൾ 2.5 മണിക്കൂർ 3 മണിക്കൂറൊക്കെയാണ് അവേഴ്സ് കിട്ടുന്നത്. ചില ദിവസം കുറേ നിൽക്കേണ്ടിയും വരും, 12 മണിക്കൂറൊക്കെ നിൽക്കേണ്ടിയും വരും. സോ എനിക്കതങ്ങോട്ട് സെറ്റായില്ല. അത് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരുപാട് ഇൻ്റർവ്യൂ ഒന്നും ട്രൈ ചെയ്തിട്ടൊന്നുമില്ല. വളരെ കുറച്ച് ഇൻ്റർവ്യൂസ് ട്രൈ ചെയ്തിട്ടുള്ളൂ. എനിക്കത് കിട്ടിയപ്പോൾ ഞാൻ ആ ഒരു ഇതിലും ഭാഗ്യവാനാണ്. ഞാൻ പഠിച്ച ഫീൽഡിൽ, എനിക്ക് വലിയ പരിചയമില്ലാത്ത ഫീൽഡിൽ എനിക്ക് ജോബും കിട്ടി. കുഴപ്പമില്ലായിരുന്നു. ഞാനപ്പോൾ അത് ആ ഒരു ട്രാക്ക്, അതായത് പഠിത്തത്തിൻ്റെയും അതിൽ റിലേറ്റഡ് ആയിട്ടുള്ള ജോബ് കിട്ടിയ ഒരു ട്രാക്ക് ഞാൻ എൻ്റെ ഒരു അച്ചീവ്മെൻ്റ് ആയിട്ട് തന്നെയാണ് കാണുന്നത്. വർക്കിൽ കുറച്ച് സ്ട്രഗിൾ ഉണ്ടായിരുന്നെങ്കിലും ദെൻ അപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞു വന്നപ്പോഴേക്കും 2025 ജനുവരി. ദെൻ ജനുവരിയിൽ നാട്ടിൽ പോയി വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ചെറുതായിട്ട് നൊസ്റ്റാൾജി അടിച്ചു തുടങ്ങി. വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ മടുത്തു തുടങ്ങി UK. ആക്ച്വലി അതാണ് ഉണ്ടായത്. 3 കൊല്ലം കഴിഞ്ഞപ്പോൾ എനിക്ക് മടുത്തു. ഞാനീ പറഞ്ഞ എല്ലാ റീസൺസും അതിൻ്റെ ഇതാണ് കേട്ടോ. ഫിനാൻഷ്യൽ ഡിക്ലൈനൊക്കെ ഇതിൽ പെടുന്ന ഒരു മെയിൻ റീസണാണ്. അതുകൊണ്ടൊക്കെ ഇനിയായിരിക്കണം എനിക്ക് സമാധാനം പോയി തുടങ്ങി. അതായത് UK നിൽക്കുന്നത് എന്തിനാണ് എന്നുള്ളൊരു ഇതെനിക്ക് ചിന്ത തോന്നി തുടങ്ങി. കാരണം വിസ എടുക്കേണ്ട സമയമൊക്കെ ആയി തുടങ്ങിയല്ലോ, നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ. അപ്പം നമ്മളിങ്ങനെ വിസയുടെ കാര്യമൊക്കെ നോക്കുമ്പോൾ 10 ലക്ഷത്തിൽ കുറഞ്ഞ ഒന്നുമില്ല, അല്ലെങ്കിൽ 12 ലക്ഷമൊക്കെയാണ് കെയർ വിസ ആയാലും വേറെ ഏതെങ്കിലും വർക്ക് റിലേറ്റഡ് വേറെ ഏതെങ്കിലും വർക്കിനൊക്കെയുള്ള വിസയ്ക്ക് അവർ ചോദിക്കുന്നത്. അത് കൂടുതലാണെന്നൊന്നും ഞാൻ പറയുന്നില്ല ഇവിടെ, അപ്പം അതാണ് റേറ്റ്. അപ്പോൾ അത്രയും എമൗണ്ട് കൊടുത്ത് ഇനി ഒരു 3 ഇയർ വിസ എടുത്ത് PR കിട്ടും, PRൻ്റെ ടൈമിങ് കൂട്ടൂ, 5 കൊല്ലം നിന്നാൽ കിട്ടൂ, 10 കൊല്ലം ആക്കൂ. ഒരു എന്താ പറയുക, ഒരു സ്ഥിരതയില്ലാത്ത ഒരു അവസ്ഥയായിരുന്നു ആ സമയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. സോ ആ ടൈമിങ്ങോടെ പോയി ഞാനൊരു ഡിസിഷനിലെത്തി. 2025 മെയ് ആയപ്പോൾ ഞാനിനി നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോകാണ്. അതായത് 2025 മെയിലാണ്, ഇക്കൊല്ലം മെയിലല്ല കേട്ടോ. സോ ഐ ഡിസൈഡഡ് ആൻഡ് ഞാൻ മിഡിൽസ്ബ്രോ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് മാറി. കാരണം അതെനിക്കൊരു ചേഞ്ച് വേണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. UK വേറെ എവിടെയെങ്കിലും താമസിക്കണം എന്നുള്ളത്. അപ്പോൾ ഞാൻ ആമസോൺ നോക്കിയപ്പോൾ ചെസ്റ്റർഫീൽഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ആമസോൺ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഷെഫീൽഡിലേക്ക് മാറി. ഷെഫീൽഡ് കുറച്ചും കൂടി നോർത്ത് ഈസ്റ്റ് അല്ല, മിഡ്ലാൻഡ്സിൽ പെടാവുന്ന ഒരു ഏരിയയാണ്. പ്രോപ്പർ മിഡ്ലാൻഡ്സ് ഒന്നല്ല, എന്നാലും മിഡ്ലാൻഡ്സിനോട് അടുത്ത് കിടക്കുന്ന ഒരു ഏരിയയാണ് ഷെഫീൽഡ്. ഞാൻ ഇവിടുത്തെ ഷെഫീൽഡ് ഹാലം യൂണിവേഴ്സിറ്റിയിലും അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഡിഗ്രിക്ക്, മാസ്റ്റേഴ്സിന്. ഞാൻ UK വരാൻ നോക്കിയപ്പോൾ സോ ഷെഫീൽഡ് ഐ വാസ് ഫെമിലിയർ വിത്ത് ഷെഫീൽഡ്. So it was okay. Then I moved to Sheffield in 2025 May. കാരണം ഇതൊരു ചേഞ്ച് എനിക്ക് വേണമെന്നുണ്ടായിരുന്നു. ഞാൻ അവിടെ കിടന്ന് ഒരുപാട് ചിന്തിച്ചു കൂട്ടിയിട്ട് ഓവർ തിങ്ക് കോസ്റ്റ് മീ. ബട്ട് ഇറ്റ് വാസ് ഓക്കെ. ഷെഫീൽഡിലേക്ക് മാറിയത് ഓക്കെ ആയിട്ടുള്ളൊരു ഡിസിഷനായിരുന്നു. സംഭവം കുറച്ച് ഏകാന്തത കൂടുതലായി. കാരണം മിഡിൽസ്ബ്രോയിൽ കുറേ ഫ്രണ്ട്സും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പരിചയക്കാർ, ഫാമിലീസ്, ചേച്ചി, ചേട്ടൻ, അങ്ങനെ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വിട്ട് പെട്ടെന്ന് ഒന്ന് മാറിയപ്പോൾ ഞാൻ പിന്നെ ഒന്ന് പേഴ്സണലി ഇതായെങ്കിലും സർവൈവ്ഡ് ഓക്കെ. ബിക്കോസ് ഞാനിവിടെ സ്റ്റേ ചെയ്യാൻ പോകുന്നില്ല എന്നുള്ളത് 1 കൊല്ലം മുൻപേ തീരുമാനിച്ചിരുന്നു. അപ്പോൾ എന്താ പറയുക, ഒരു ആ ചേഞ്ച് അനിവാര്യമായിരുന്നു. അപ്പോൾ ആ ചേഞ്ച് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ വർക്കൗട്ടുമായി. കാരണം എനിക്ക് ആമസോണിൽ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ഉണ്ടായിരുന്നു. ഓവർ ടൈം കിട്ടുന്ന ആമസോണാണ്, പക്ഷേ ഒരു മാനുവൽ ആമസോൺ ആയിരുന്നു. അപ്പോൾ ഞാൻ റോബോട്ടിക് ആമസോൺസിലാണ് ഇതിൽ മുന്നേ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ വർക്ക് രീതിയിൽ കുറച്ചും കൂടി ഇത് കൂടി, വർക്ക് റേറ്റ് കൂടി, നടക്കുന്നത് സംഭവങ്ങളൊക്കെ ഭയങ്കരമായിട്ട് കൂടി, ഹെവി ഐറ്റംസ് ആണ് വരുന്നത്. സോ ആ ഒരു രീതിയിൽ വർക്ക് പ്രഷർ എന്നൊന്നും പറയാൻ പറ്റില്ല, വർക്കിലൊരു ഇത് കൂടി, എന്താ പറയുക, നമ്മൾ കൊടുക്കുന്നൊരു ഇൻവോൾവ്മെൻറ്റ് കൂടി, ആ ഒരു ഇതേ ഉണ്ടായിരുന്നുള്ളൂ. അതർവൈസ്
കുറച്ചും കൂടി എക്സ്പെൻസീവാണ് മിഡിൽസ്ബ്രോനേക്കാളും. കാരണം എനിക്ക് മിഡിൽസ്ബ്രോയിൽ 250ഒക്കെയാണ് റെൻ്റ് ഉണ്ടായിരുന്നത്. പക്ഷേ മറ്റ് ബിൽസ് എല്ലാം കൂടിയിട്ടൊരു 400 അടുത്ത് വരുമായിരുന്നു. എനിക്കിപ്പോൾ ഷെഫീൽഡിൽ വരുന്നത് 480 അപ്പോൾ കുറച്ച് റേറ്റ് കൂടുതലാണ്. എക്സ്പെൻസീവ് ആണെന്നൊന്നും പറയാൻ പറ്റില്ല. അഫോർഡബിൾ ആയിട്ടുള്ള ഏരിയ തന്നെയാണ് ഷെഫീൽഡും. അല്ലാതെ ലണ്ടൻ, മാഞ്ചസ്റ്റർ ആ റേഞ്ചൊന്നുമില്ല. സോ ഇറ്റ്സ് ഓക്കെ. ബട്ട് കമ്പാരിറ്റീവ്ലി ഞാൻ നിന്ന സിറ്റുവേഷനിൽ നിന്ന് കുറച്ച് എക്സ്പെൻസീവ് ആയിരുന്നു ഷെഫീൽഡ്. സ്റ്റിൽ ഇറ്റ് വാസ് ഓക്കെ. കാരണം എനിക്ക് ആമസോണിനോടെ കിടക്കുന്നുണ്ട്. പ്രോപ്പറായിട്ട് 40 മണിക്കൂർ എല്ലാ വീക്കും സാലറി കയറും. കാരണം ഞാൻ ഫുൾ ടൈമർ ആണല്ലോ. സോ ആ ഒരു ഇതിൽ നിന്ന് ഞാൻ ഒരുപാട് താഴെ പോയത് അങ്ങോട്ടേക്ക് ഗ്രാഫ് ഉയർത്തിയൊന്നുമില്ല. ഇങ്ങനെ പോയത് ഞാനൊരു ലെവലാക്കി. അതായത് ഞാൻ വന്നപ്പോൾ ഉണ്ടായിരുന്ന ലെവലെന്നൊക്കെ പറയാം. സോ ഞാൻ പറഞ്ഞു വന്നത് ഗൈസ്, പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്കൊരു ഗ്രോത്ത് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. കാരണം മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞൊരു കോഴ്സ് പഠിക്കാൻ പറ്റി. നാട്ടിൽ നിന്ന് അധികം മാറി നിന്നിട്ടുള്ള, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ അധികം മാറി നിന്നിട്ടുള്ള ആളല്ല ഞാൻ. എൻ്റെ 24 വയസ്സ് വരെ നാട്ടിൽ നിന്ന് അത്രയും കാലം തൃശ്ശൂർ എൻ്റെ വീട്ടിൽ തന്നെയായിരുന്നു താമസം. സോ ആ ഒരു വയസ്സൊക്കെ എനിക്കൊരു ചേഞ്ചസ് ഉണ്ടായി. അതിൽ പലതരം കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ പറ്റി. പക്ഷേ ഞാനൊരു ഫിനാൻഷ്യൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ എനിക്കിതൊരു സക്സസ് ആണെന്ന് പറയാൻ പറ്റില്ല, ഫ്ലോപ്പ് ആണെന്നും പറയാൻ പറ്റില്ല. ഹിറ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹിറ്റാണെന്നും പറയാൻ പറ്റില്ല ഗൈസ് ഇപ്പോൾ. കാരണം അത്ര ഹിറ്റൊന്നുമല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ ആവറേജ് എന്നൊക്കെ പറയില്ലേ, ആവറേജ് റണ്ണിങ് ആണ്. അതായത് ഞാൻ പറഞ്ഞ ഗ്രാഫ് താഴേക്ക് വല്ലാതെ പോയിട്ടുണ്ടായിരുന്നു. വല്ലാതെ ഗ്രാഫ് താഴ്ന്നു പോയി. അതിനൊന്ന് പിടിച്ച് ലെവലാക്കാൻ തന്നെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. ദെൻ അതിൻ്റെ ഇടയിൽ ഞാൻ പിന്നെ ഒരു സ്പെയിൻ ട്രിപ്പും കൂടി പിടിച്ചായിരുന്നു, രണ്ടാമത്തെ ഷെങ്കൻ വിസ എടുത്തിട്ട്. കാരണം സ്പെയിൻ പോകാതെ നാട്ടിലേക്ക് തിരിച്ചു എനിക്ക് പറ്റില്ലായിരുന്നു. കാരണം എനിക്ക് UK യിലേക്ക് വരുന്നതിന് മെയിൻ സെക്കൻഡ് റീസൺ സ്പെയിനിൽ പോകണം എന്നുള്ളതായിരുന്നു. കാരണം ഞാൻ ഡൈ ഹാർട്ട് ബാഴ്സലോണ ഫാനാണ്. അപ്പോൾ ബാഴ്സലോണ പോകാതെ നാട്ടിലേക്ക് തിരിച്ചു പോവുക എന്നെക്കൊണ്ട് ചിന്തിക്കാൻ കൂടി പറ്റില്ലായിരുന്നു. സോ ഞാൻ രണ്ടാമത്തെ ഷെങ്കൻ വിസ എടുത്തു, സ്പെയിൻ മാത്രം. കാരണം ചിലവ് കുറയ്ക്കാനാണ്, വേറെ എവിടെയും പോകണ്ടെന്നുള്ളത് ഡിസൈഡ് ചെയ്തു. കാരണം ഞാനൊന്ന് പൊക്കിക്കൊണ്ട് വരുന്നുള്ളൂ ഇതിന്, എൻ്റെ ഇടയിൽ എല്ലാം കൊണ്ട് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ബാഴ്സലോണയിൽ പോയി ബാഴ്സലോണയുടെ കളിയും കണ്ടു, ലൈവ് മാച്ച്. അതും ക്യാമ്പ് നൗവിൽ തന്നെ കണ്ടു. ക്യാമ്പ് നൗ തിരിച്ചു വന്നതിന് ശേഷം രണ്ടാമത്തെ മാച്ചിന് എന്തോ ആണ് ഞാൻ പോയത്. സോ ഐ എം സോ പ്രൗഡ് ഓഫ് ദാറ്റ്. ഐ ഡിഡ് മാനേജ് ദാറ്റ്. സോ അതും എൻ്റെ ഒരു ഗ്രേറ്റസ്റ്റ് അച്ചീവ്മെൻ്റ് ആണ്. ഇപ്പോഴെൻ്റെ ഇൻസ്റ്റഗ്രാമൊക്കെ ഭരിക്കുന്നത് ബാഴ്സലോണയുടെ സംഭവങ്ങളാണ്. സോ ഐ എം വെരി പ്രൗഡ് ഓഫ് ദാറ്റ്. അപ്പോൾ അതും എൻ്റെ ഒരു അച്ചീവ്മെൻ്റ് ആണ്. UK യിലെ മാസ്റ്റേഴ്സ് കിട്ടിയത്, ലൈഫ് പഠിച്ചത്, അതുപോലെ തന്നെ ബാഴ്സലോണ പോയത്. ഇതൊരു 3 ഞാൻ എൻ്റെ അച്ചീവ്മെൻറ്റ്സ് ആയിട്ട് UK യിലെ കഴിഞ്ഞ 4.5 കൊല്ലത്തെ അച്ചീവ്മെൻറ്റ്സ് ആയിട്ട് കാണുന്ന സംഭവമാണ്. സോ ഇതൊക്കെയായിരുന്നു എൻ്റെ UK ലൈഫ്. ഞാനിപ്പോഴും ആമസോണിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. FLRലായാലും ആമസോണിൽ വർക്ക് ചെയ്യും. അവർക്ക് ഓക്കെയാണ്. അവർക്ക് ആ റെഫറൻസ് നമ്പർ കൊടുത്താൽ മതി. സോ ഈ നവംബറിലാണ് ഞാൻ ബാഴ്സലോണ പോയത്. അത് കഴിഞ്ഞിട്ട് വലിയ സംഭവങ്ങളൊന്നും ലൈഫിൽ ഉണ്ടായിട്ടില്ല. മെയ്യിലെത്തിയപ്പോൾ FLR അപ്ലൈ ചെയ്തു. ദെൻ ഇപ്പോൾ നിൽക്കുന്നു. നാട്ടിലേക്ക് പോകാനുള്ള ആ ഒരു വ്യഗ്രതയുമായിട്ട് ഞാനിങ്ങനെ നിൽക്കുന്നു. എത്ര ആളല്ല വ്യഗ്രത, നാട്ടിലേക്ക് എത്തണം. കാരണം എൻ്റെ മനസ്സ് പകുതിയെങ്കിലും അവിടെ എത്തിക്കഴിഞ്ഞു. ഇനി ശരീരം എത്തിച്ചാൽ മതി. കാരണം എനിക്ക് ലാസ്റ്റിലേക്ക് വന്നപ്പോഴേക്കും മടുത്ത് ഗൈസ്. ആക്ച്വലി UK ലൈഫ് അത് പല റീസൺസ് കൊണ്ടായിരിക്കാം. അധികം ഫ്രണ്ട്സ് ഇല്ല ഇപ്പോൾ. ഉള്ളവരൊക്കെ അവരുടേതായ രീതിയിൽ ബിസിയാണ്, വർക്കിങ്ങിനെയാണ്. കാരണം എല്ലാവരും ഫുൾ ടൈം വർക്കിംഗ് ആണ്. അപ്പോൾ എനിക്ക് ലീവുള്ള ദിവസം അവർക്ക് ലീവ് ഉണ്ടാവണമെന്നില്ല, അവർക്ക് ലീവുള്ള ദിവസം എനിക്ക് ഉണ്ടാവണമെന്നില്ല. പിന്നെ അവിടെ ഇവിടെയൊക്കെയാണ്, UK യുടെ ഭാഗങ്ങളിലൊക്കെയാണ് കിടക്കുന്നത്. അവർക്ക് അത് ഇതൊക്കെ ആയിട്ട്. ദെൻ ചിലരൊക്കെ മാരീഡായി. അപ്പോൾ ആ ഒരു പഴയതില്ല. സ്റ്റിൽ ഓക്കെ, ലെറ്റ് ഇറ്റ് ബി. അത് നോക്കിയിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ. സോ ഞാൻ റെഡി ആയിട്ടിരിക്കുകയാണ് നാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് മുൻപുള്ളൊരു വീഡിയോ എന്നുള്ള രീതിയിൽ ഇട്ടതാണിത്. ആൻഡ് ലാസ്റ്റ് വീക്ക് ഐ ഡിഡ് വൺ മോർ അച്ചീവ്മെൻറ്റ്. ഞാനൊരു BMW എടുത്തു. ലൈക്ക് മൈ ലാസ്റ്റ് ഡാൻസ് ഇൻ UK. കാരണം നാട്ടിൽ വന്നതിന് ചിലപ്പോൾ ഇതൊന്നും നടന്നൊന്നും വരില്ല. പഴയ BM ആണ് കേട്ടോ, സെക്കൻഡ് ഹാൻഡാണ്. പക്ഷേ സിംഗിൾ ഡ്രൈവറുള്ളൂ, ഞാനാണ് സെക്കൻഡ് ഡ്രൈവർ. സോ നല്ലൊരു ഡീലിന് കിട്ടിയപ്പോൾ ഒരു BMW അങ്ങ് പുഷി, ലൈക്ക് ലാസ്റ്റ് ഡാൻസ് ഇൻ UK. അപ്പോൾ അതും ഒരു സന്തോഷം തരുന്ന ഇതാണ്. അതായത് ഇടയ്ക്കിടയ്ക്കെങ്കിലും എന്നെ സന്തോഷിപ്പിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ എൻ്റെ മനസ്സിനെ അധികം ചിന്തിക്കാതെ സന്തോഷിപ്പിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ഇതാണ്. അതുപോലെ ഞാൻ ഈ ഷെങ്കൻ പോയതും പാരീസ് പോയതും സ്പെയിൻ പോയതും മിഡിൽസ്ബ്രോന്ന് മാറിയതൊക്കെ, അതൊക്കെ സ്ട്രഗിൾ ഉണ്ടായിരുന്നെങ്കിലും ഇനീഷ്യലി എനിക്ക് വളരെയധികം ഹാപ്പിനെസ് തന്ന സംഭവങ്ങളാണ്. സോ
ഇതൊക്കെ യു കെയിൽ വന്നതുകൊണ്ട് മാത്രം കിട്ടിയൊരു അച്ചീവ്മെൻറ്റ്സ് ആണ്. ചിലപ്പോൾ നാട്ടിലായിരുന്നെങ്കിൽ ഈ ഒരു കാറൊക്കെ എടുക്കുന്നതിൽ ഞാനൊരു 10,000 പ്രാവശ്യം ആലോചിച്ചേനെ. ഇവിടെ അത്രയൊന്നുമില്ല. ഒരു മൈൻഡ് തോന്നി, ഫ്രണ്ടിൻ്റെ അടുത്ത് പറഞ്ഞു, അവനിങ്ങനെ വണ്ടികൾ അയച്ചു തന്നു, ജസ്റ്റ് നല്ലൊരു ഓഫർ നോക്കി ഇത് കണ്ടപ്പോൾ ഇതിങ്ങനെ എടുത്തു. അപ്പോൾ സോ ഐ എം ഹാപ്പി ഇൻ ദാറ്റ്. ഞാൻ അതിൻ്റെ വീഡിയോസൊക്കെ 1-2 റീലൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ BMൻ്റെ ഒക്കെ. സോ ഐ എം ഹാപ്പി അബൌട്ട് ദാറ്റ്. ആൻഡ് എൻ്റെ UK ലൈഫ് ഏറെക്കുറെ തിരശ്ശീല വീണു. ഇനി ഞാൻ സ്റ്റേജ് ക്ലിയർ ചെയ്താൽ മതി. തിരശ്ശീല വീണിട്ടുണ്ട്, സ്റ്റേജ് ക്ലിയർ ചെയ്യാനുള്ള ഒരു സമയം കൂടി ഇനി UK യിലുള്ളൂ. അപ്പോൾ അതാണ് എൻ്റെ UK യിലെ പേഴ്സണൽ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. 4.5 കൊല്ലത്തെ കേട്ടോ. ഓഗസ്റ്റ് ആകുമ്പോൾ 4 കൊല്ലവും 9 മാസവും. ആക്ച്വലി ഞാൻ ഡിസംബറിൽ 1 21, 22, 23, 24, 25, 26 കൊല്ലം നോക്കുമ്പോൾ 6 കൊല്ലം നിന്നിട്ടുണ്ട്. പക്ഷേ 2021 ആകെ 2 ദിവസമേ ഉള്ളൂ. സോ 4.25 കൊല്ലം. യാ, UK ലൈഫ്. ദാറ്റ്സ് എവറിത്തിങ് ഓഫ് മൈ UK ലൈഫ്. ഹോപ്പ് എനിക്കറിയാം ഇത് വലിയ ഹെൽപ്ഫുൾ ആവില്ല എന്നുള്ളതൊക്കെ. ഞാൻ ജസ്റ്റ് എനിക്കൊരു ഡോക്യുമെൻ്റ് എന്നുള്ള രീതിയിൽ മെയിനായിട്ട് ചെയ്തതാണ് ഈ വീഡിയോ. പിന്നീട് എപ്പോഴെങ്കിലൊക്കെ ഇരുന്ന് കാണുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുമല്ലോ. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയെങ്കിൽ വെറുതെ ലൈക്കോ കമൻറ്റോ സബ്സ്ക്രൈബോ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ വലിയ ഉപകാരമായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ. FLRൻ്റെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ആൻഡ് ദിസ് ഈസ് സെറീൻ സ്പീക്സ്. പഴയ ഔട്ട്ലോ സ്റ്റുഡിയോസ് ആണ്, ഇപ്പോൾ സെറീൻ സ്പീക്സ്.